ചുരിദാർ സെറ്റിൽ 4 വെറൈറ്റീസ്. അപ്പോൾ നമ്മൾ പ്യുവർ ജോർജറ്റിൽ വരുന്ന 2 ഐറ്റം ഉണ്ട്. പിന്നെ നമ്മളൊരു സെമി റോ സിൽക്ക് ടൈപ്പിൽ പാർട്ടി വെയർ ആയിട്ട് വരുന്നതുണ്ട്. പിന്നെ നമ്മളൊരു സെമി ടസറിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന നമ്മളൊരു പ്രീമിയത്തിന് ലുക്ക് തരും പക്ഷേ റേറ്റ് വളരെ കുറവായ ഒരു ഐറ്റം ഉണ്ട്. അങ്ങനെ 4 വ്യത്യസ്തമായ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മൊഡാൾ സിൽക്കിൽ നമ്മളൊരു വെറൈറ്റി ഐറ്റം കൊണ്ടുവന്നിരുന്നു. ഏറ്റവും അത് അറിയുന്നവർക്ക് അറിയാം അതിൻ്റെ വാല്യൂവും അതിൻ്റെ ഒരു ബഡ്ജറ്റ് റേഞ്ചും അതൊക്കെ അത്രയും അട്രാക്റ്റീവായ ഒരു പ്രൈസിലായിരുന്നു വന്നത്. അപ്പോൾ അത് ഒത്തിരി പേർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിന് ആ മൊഡാൽ അറിയാലോ, അത് ഉണ്ടാക്കി വരേണ്ട ഒരു ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 15 to 20 ഡേയ്സാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺഫേം ആയവർ ഈ 1-2 ദിവസത്തിനുള്ളിൽ ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് വേണം തോന്നുവാണെങ്കിൽ കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തോളൂ, അത് ചെയ്ത് കൊണ്ടുവരും. പിന്നെ ആ ഒരു കളേഴ്സ് എല്ലാം അവർ നമ്മൾ ഏറ്റവും ക്ലിയറായി നമ്മൾ എടുത്ത കളേഴ്സിൻ്റെ തന്നെ പിക്ക് ഫോട്ടോ വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് വരും. എന്തെങ്കിലും ഇപ്പം കോമൺ കളേഴ്സിന് കുഴപ്പമില്ല, ബ്ലാക്ക് മെറൂൺ അങ്ങനെയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പർപ്പിൾ അങ്ങനത്തെ കളറിനൊക്കെ എന്തെങ്കിലും സ്ലൈറ്റ് വേരിയേഷൻ വരാത്ത രീതിയിൽ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അത്രയും സെറ്റുകൾ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മാത്രം ഉണ്ടോയെന്ന് അറിയില്ല. ഓർഡർ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തവർക്ക് എന്തായാലും കൊണ്ടുവരുന്നുണ്ട്. കൂടുതൽ പീസസ് നമുക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും അത് വീഡിയോ ചെയ്യും. മൊഡാൾ സിൽക്കിൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇനിയും വ്യത്യസ്തമായ ഓരോന്നും വരും, അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാം. റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ നമ്മൾ പതിവ് പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാം നന്ദി പറയുന്നു. പിന്നെ നമ്മൾ റെഡി ടു വെയർ ആയിട്ടുള്ള ടോപ്സ്, അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ നമുക്കിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ തുടർന്ന് കുറച്ച് ഈ ഒരു സീസണിൻ്റെ തിരക്കുകൾ കഴിഞ്ഞ് അതും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി, നമ്മുടെ ചാനൽ ഫാബുലൻസ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഫാബുലൻസ് ബൈ ലിജി ജോസ്, നമ്മുടെ ആ ഒറ്റ ചാനൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേറെ ബ്രാഞ്ചുകളൊന്നുമില്ല, വേറെ ചാനലുകളും വേറെ ഷോപ്പൊന്നുമില്ല. ഇവിടെ മൈലാടി, നിലമ്പൂർ മൈലാടിയാണ്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസും എല്ലാം ഒന്ന് നോക്കുക. അപ്പോൾ നമ്മളെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. മെറ്റീരിയൽസ് എല്ലാം കാണാം. വ്യത്യസ്ത റണ്ണിങ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, റെഡി ടു വെയർ ആയിട്ടുള്ള ടോപ്സ് വരുന്നുണ്ട്, കുർത്തീസ് വരുന്നുണ്ട്, പിന്നെ ചുരിദാർ സെറ്റ്സ് വരുന്നുണ്ട്, സാരീസും നമ്മൾ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് വരും. അപ്പോൾ നമുക്ക് വേഗം 1 by 1 ആയിട്ട് എല്ലാം കാണാം. എന്നും പുതുമ മാറാത്ത ഒരു ഐറ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ പ്യുവർ ജോർജറ്റ് എന്ന് പറയുന്നത്, ക്രേപ്പ് ജോർജറ്റിൽ. അത് 4 വ്യത്യസ്തമായ കളേഴ്സാണ് അതിൽ വരുന്നത്. ഒന്നൊരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ, ഇത് മാറില്ല കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ. അതിൽ നമുക്ക് ബാട്ടിക് പ്രിൻറ്റ് വരുന്നതാണ്. അതിൽ നമുക്കൊരു മെറൂൺ ബോട്ടമാണ് വരുന്നത്, ദുപ്പട്ടയും കാണിച്ചു തരാം. പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നുണ്ട്. ഇതും ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ തന്നെയാണ്, പക്ഷേ അതിൽ ബോട്ടം വരുന്നത് ബ്ലാക്ക് ആണ്. പിന്നെ ഒരു മെറൂൺ, ഡാർക്ക് ഒരു ബർഗണ്ടിയിലേക്ക് എത്തുന്ന മെറൂണാണ്, അതിൽ ബോട്ടം വരുന്നത് ഈ കളറാണ്. ഇനി നമ്മളിത് ഓരോന്നും കാണുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യസ്തമായത് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ കോട്ടൺ ലവേഴ്സിന് പോലും എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്ന, ഒരിക്കലും വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് പ്യുവർ ജോർജറ്റ് പറയുന്നത്. അതിൻ്റെ പ്യുവർ ഫോം കൊണ്ടാണത്. ഒരു കംഫർട്ട് ലെവലിൽ നമുക്ക്, ഞാനതിന് ക്രേപ്പ് ലൈനിങ് ആണ് ഏറ്റവും ആപ്റ്റ്. പക്ഷേ കോട്ടൺ ലവേഴ്സിന് നമുക്കൊരു ഓപ്ഷനുള്ള, നമുക്കതിൽ ബ്ലൗസ് പീസിൻ്റെ ഒക്കെ മെറ്റീരിയൽ ലൈനിങ് ആയിട്ട് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നമുക്കിനി ഇത് ഓരോന്നായിട്ട് കാണാം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് സെറ്റ് വരുന്നത് നമ്മൾ ബ്ലാക്ക് ആൻഡ് ഒരു മെറൂൺ, റെഡിഷ് മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ സൈസ് പറയാം. ടോപ്പ് വരുന്നത് 2.5 മീറ്റേഴ്സ്, 2.5 മീറ്ററാണ് ടോപ്പ് വരുന്നത്. ബോട്ടം 2 മീറ്റേഴ്സ്, 2 മീറ്റർ. ദുപ്പട്ട വരുന്നത് 2.25, 2.25 മീറ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്കതിൽ ഫസ്റ്റ് സെറ്റ് കാണാം. ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു, പ്യുവർ ജോർജറ്റാണേ. ഇതാ ഇങ്ങനെ വരുന്നു. ഇതാണ് അതിൻ്റെ ഫ്രണ്ട്, ഇതാണ് ബാക്ക് പീസ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ വരുന്നു. ഇനി പ്ലസ് സൈസ് ഉള്ളവർക്ക് ഇതിലൊരു ഓപ്ഷൻ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാ, അപ്പോൾ നമ്മളിത് ഇനി ആദ്യം അതിൻ്റെ ബോട്ടം കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു ബോട്ടം. അപ്പോൾ ശരിക്കും ഉണ്ടോ, ഈ ഒരു ബാട്ടിക് പ്രിൻ്റാണ് ബോട്ടത്തിലും വരുന്നത്. 2 മീറ്റർ വരുന്നുണ്ട്. ആക്ച്വലി എൻ്റെ കയ്യിൽ ഞാനൊരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ബോട്ടം കോട്ടൺ വെയർ ചെയ്യുന്നതാണ് ഒന്നുകൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടം അത് മോളടിച്ച് മാറ്റി, അവൾക്കൊരു ടോപ്പ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി പ്ലസ് സൈസ് ഉള്ളവർക്ക് വേണമെങ്കിൽ, ഇതെല്ലാം സെയിം ഫാബ്രിക് ആയതുകൊണ്ട് നമ്മൾ ടോപ്പ് ചെയ്തിട്ട് സ്ലീവിന് വേണമെങ്കിൽ ഇതെടുക്കാം. അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്ക് ഒരു ഓപ്ഷൻ കിട്ടുകയാണ്, ബോട്ടം നമ്മൾ കോട്ടണിൽ ചെയ്താൽ. അപ്പോൾ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അതിൽ. പിന്നെ റേറ്റ് വരുന്നത് 1580, 1580 രൂപയാണ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്കത് കാണാം. നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് ഇങ്ങനെ വരുന്നു. ഇതുവരെ ഈ പ്യുവർ ജോർജറ്റ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇത് ഈ ഒരു വെറൈറ്റി, ഈ ഒരു ഐറ്റം ഉണ്ട്. ഇനി 1 more വെറൈറ്റി ഉണ്ട്, അത് നമുക്ക് കാണാം. ഇങ്ങനെ വരുന്നു. ഇതൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ക്യാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഇനി ഒരു ഫംഗ്ഷൻ വെയർ ചെയ്യുമ്പോൾ അപ്പോഴും അതിനൊരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണിത്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ബോട്ടം നമ്മൾ കണ്ടല്ലോ, വിടുത്തി കണ്ടില്ലേ, അത് അങ്ങനെ വരുന്നു. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ.
ആ ഒരു ബാട്ടിക് പ്രിൻറ്റിൽ ആ ഒരു ഡബിൾ ഷെയ്ഡോട് കൂടിയിട്ടാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ വരുന്നു 1580, 1580 രൂപയാണ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ. സെറ്റുകൾ എപ്പോഴും നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. എന്നാൽ ഇനി അഥവാ ഒന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും നെക്സ്റ്റ് നമുക്ക് കിട്ടുമല്ലോ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ്. അതിലിതാ ഇങ്ങനെ വരുന്നു. സൈസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതാ ഇങ്ങനെ വരുന്നു ടോപ്പ്. അപ്പോൾ ഒരു XL സൈസ് വരെ ഉള്ളവർ ഓക്കെ, XXL സൈസ് വരെ ഉള്ളവർ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്കും ഈ സെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. സ്ലീവിലേക്ക് വേണ്ടിയിട്ട് ഇതെടുക്കുക. പിന്നെ അപ്പോൾ ഒരു കുറച്ചപ്പോൾ വേസ്റ്റേജ് വരും. പിന്നെ പ്ലസ്സസ് ലെങ്ത്ത് കൂട്ടണമെങ്കിൽ വേറെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ മക്കൾക്ക് ഒരു ഷോർട്ട് ടോപ്പായിട്ടോ ഷോർട്ട് കുർത്തിയായിട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒരു ഓപ്ഷൻ ഉള്ളത് ഇതാ ഇങ്ങനെ വരുന്നു. പ്ലസ് XXL വരെയുള്ളവർക്ക് ഓക്കെ, സ്ലീവ് ജോയിൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്, ഈ ഒരു പീസ്. ഇനി 2 ടോപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒപ്പിക്കാം, സൈസ് അധികം പ്ലസ് സൈസ് അല്ലാത്തവർക്ക്. ഇങ്ങനെ വരുന്നത് 2 മീറ്ററേ ഉള്ളൂ കേട്ടോ അത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്നു. ഇതാണ് ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ഇങ്ങനെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത്. അതിൽ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. ദുപ്പട്ട ഇങ്ങനെ വരുന്നു. 2.25 മീറ്റർ വരുന്ന ദുപ്പട്ടയാണ്. പ്യുവർ ജോർജറ്റിൽ വരുന്നത്. ക്രേപ്പ് ജോർജറ്റ് അങ്ങനെ പല പല വിസ്കോസ് ജോർജറ്റ് ആ ഒരു പല പേരിൽ അറിയപ്പെടുന്ന ആ ഒരു കംഫർട്ടബിൾ ആയ ഒരു മെറ്റീരിയൽ. 1580, 1580 രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. അതായിരുന്നു സെക്കൻഡ് കളർ. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതും ബ്ലാക്ക് ആൻഡ് ഒരു റെഡ് തന്നെയാണ്, റെഡിഷ് മെറൂൺ എന്ന് പറയാം, അതിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ ഡിഫറൻസ് ഇല്ല. അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മാറും. മറ്റതിൽ നമുക്ക് ഒരു ബ്ലാക്കും റെഡും കൂടെ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ മുകളിലേക്കും കൂടെ വന്നിരുന്നു ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരും. രണ്ടും ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഓപ്റ്റ് ചെയ്യാം. ബോട്ടം ഇതാ ഇങ്ങനെ വരുന്നു. ഇനിയിപ്പോൾ ഞാൻ എടുത്തി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, മറ്റേലൊക്കെ കണ്ട പോലെ തന്നെ ആ ഒരു പാറ്റേണിൽ ബാട്ടിക് പ്രിൻറ്റ് വരുന്ന ആ ഒരു ബോട്ടമാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം. ദുപ്പട്ട നമുക്കിത് ഇങ്ങനെ കാണാം. ഇതാ ഇങ്ങനെ വരുന്നു. ടോപ്പിൻ്റെ അതേ മോഡലിൽ ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട. 1580, 1580 രൂപയാണ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കാണുന്ന ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ ആ സെയിം പ്രിൻ്റ് തന്നെയാണ് എല്ലാത്തിലും വരുന്നത്, കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഫോർത്ത് സെറ്റ് വരുന്നത് കോഫി ബ്രൗൺ, ഒരു ബർഗണ്ടി കളറിലേക്ക് എത്തുന്ന കളറിലാണ്. കോഫി ബ്രൗണിൽ ഇതാ ഇങ്ങനെ വരുന്നു. കോഫി ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നു. ബോട്ടം വരുന്നത് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ബാട്ടിക് പ്രിൻ്റ് വരുന്ന ബോട്ടം, ആ ഒരു കോഫി ബർഗണ്ടി ഷെയ്ഡിൽ. അതിൻ്റെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ. തലയിലിടേണ്ടവർക്കും അത്യാവശ്യം ഒരു നോർമൽ സൈസുള്ള ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇങ്ങനെ. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അതിലും ഒരു കിടു ഐറ്റമാണ്. നമ്മളൊരു റോ സിൽക്ക്, സെമി റോ സിൽക്ക് എന്ന് പറയാവുന്ന ഒരു ഐറ്റം. അതിൽ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവും. ദുപ്പട്ടയോട് കൂടി ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിൽ നേവി ബ്ലൂ ഷെയ്ഡ് ഉണ്ട്, ഒരു പർപ്പിൾ ഷെയ്ഡ് ഉണ്ട്, ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. 3 ഡിഫറെൻറ്റ് കളേഴ്സിൽ. അതിൽ ദുപ്പട്ട ഒരു നല്ല അത്യാവശ്യം വലിയ ദുപ്പട്ട. ബോട്ടം വരുന്നത് റയോണിലാണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കാണാം. അതിൽ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലുള്ളതാണ്. അതിൻ്റെ സൈസ് ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ടോപ്പ് വരുന്ന 2.5 മീറ്റേഴ്സ്, 2.5 മീറ്റർ. ബോട്ടം 2.4 മീറ്റേഴ്സ്, 2.40 റയോണിലാണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ, 2.5 മീറ്റർ. അപ്പോൾ ലെങ്തി ദുപ്പട്ടയൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരാൾക്കാർക്ക് അത്യാവശ്യം എന്നാൽ ഓവർ പളവളപ്പായിട്ടുള്ളൊരു പാർട്ടി വെയർ വേണ്ട. ഇപ്പോൾ ചിലർക്ക് ബനാറസി ഒന്നും ഇഷ്ടമല്ല, എന്നാൽ ഒരു പ്രീമിയം ലുക്ക് വേണം എന്തായാലും. എന്നാൽ നമുക്ക് ആക്ച്വലി ഒരു റോ സിൽക്കിൻ്റെ ഒരു കറക്റ്റ് റെപ്ലിക്ക എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു സെറ്റാണ് ഈ കാണാൻ പോകുന്നത്. അതിൽ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് സെമി റോ സിൽക്കിൽ. അപ്പോൾ അതിൻ്റെ സെറ്റിൻ്റെ ഒരു വ്യൂ ഇതാണ് വരുന്നത്, ഫുൾ വ്യൂ. ഫ്രണ്ട് പീസ് ഞാൻ ആദ്യം ഫ്രണ്ട് പീസ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് പീസ് വരുന്നത്. യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈൻ. പിന്നെ നമ്മൾ ആ ഒരു മെറ്റീരിയൽ ഇത് മനസ്സിലായോ, അത് ഇങ്ങനെ വരുന്നു. ഒരു സെമി റോ സിൽക്ക് എന്നാണ് ഇത്, ഇങ്ങനെ വരുന്നു. അതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ. അതിൽ ആ ഒരു ചിക്കു കളർ, ലൈറ്റ് ക്രീം കളറിൽ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് ദാമൻ ഏരിയയിലേക്ക് ഇങ്ങനെ ബോർഡർ പോലെ വരുന്ന 2.5 മീറ്റേഴ്സ് ഉണ്ട്, 2.5 മീറ്റർ വരുന്നുണ്ട് സൈസ്. റേറ്റ് വരുന്നത് 1870, 1870 രൂപയാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ കംഫർട്ടബിളായി വേറെ ക്രേപ്പ് ലൈനിങ് കുഴപ്പമില്ലാത്തവർക്ക് ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്യുക, ഒതുങ്ങി നിൽക്കും. അല്ലാത്തവർക്ക് ബ്ലൗസ് പീസ് ലൈനിങ്ങോ കോട്ടൺ സദാ കോട്ടൺ ലൈനിങ് വേണ്ട, നമ്മൾ കുറച്ചൊരു പ്രീമിയം ബ്ലൗസ് പീസ് മെറ്റീരിയൽ ലൈനിങ് കൊടുക്കുക. അത്യാവശ്യം നല്ല ഷേപ്പിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രീമിയം ലുക്ക് തരുന്ന മെറ്റീരിയലാണ്. പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സെമി റോ സിൽക്കാണ് കേട്ടോ. ബോട്ടം വരുന്നത് റയോണിലാണ് വരുന്നത്, നോർമൽ റയോൺ.
അതിൽ നമുക്ക് പലാസോ പോലെ സിഗരറ്റ് ബോട്ടോ പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന 2.4 മീറ്റേഴ്സ് വരുന്ന ഒരുപാട് ഹെവി ആയിട്ടുള്ളതല്ല, നോർമൽ റയോൺ മെറ്റീരിയൽ. ഒന്നിൻ്റെ തിക്നെസ് കാണിച്ചിട്ട് ഇതാ ഇങ്ങനെ വരുന്നു റയോൺ മെറ്റീരിയൽ. അപ്പോൾ ഇനി നമുക്ക് അത് കാണാം, ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. അതിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ദാമനേരിയിൽ അത്യാവശ്യം വർക്കോട് കൂടി. ഞാൻ ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ ദുപ്പട്ടയുണ്ട് കേട്ടോ. അപ്പോൾ ലെങ്തി ദുപ്പട്ട വേണ്ടവർ മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു ദുപ്പട്ട, സെയിം ഒരു പാറ്റേണിൽ 2 സൈഡിലും ബോർഡർ ഉണ്ട്. ഇങ്ങനെ വരുന്നു. അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ 1870 1870 രൂപയാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടോ, അപ്പോൾ ഓരോരുത്തരുടെ റേഞ്ച് അനുസരിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും, ഇനി ഒരു പാർട്ടി വെയർ ആയിട്ട്, കാരണം ഒരു സിൽക്ക് ലുക്ക് വരുന്നത് കൊണ്ട് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ദുപ്പട്ടയുടെ എൻഡിലും ആ ബോർഡർ വരുന്നുണ്ട്, 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെ ദാമനേരിയയിലും വരുന്നുണ്ട്. സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള 2.5 മീറ്റർ വരുന്ന നല്ലൊരു ദുപ്പട്ടയോട് കൂടിയ ഒരു സെറ്റ് 1870 രൂപ. അതായത് നമ്മുടെ ഫസ്റ്റ് കളറ്. ഇനി അതിൽ നെക്സ്റ്റ് സെക്കൻഡ് കളറ് പർപ്പിൾ ഷെയ്ഡിലാണ്, ഭംഗിയുള്ള കളർ. അപ്പോൾ ഈ ഒരു കളറിൻ്റെ ഫാൻസിന് ഇത് എടുക്കാം. ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നും കാണിക്കില്ല. ഫ്രണ്ടിൽ ഇങ്ങനെ യോക്കോട് കൂടിയിട്ട് ദാമനേരിയയിൽ ഇങ്ങനെ ബോർഡർ, ബാക്ക് പീസിലും ബോർഡർ ദാമനേരിയയിൽ വരുന്നുണ്ട്. ബാക്കി എല്ലാ ഭാഗങ്ങളും പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലുക്ക് എല്ലാത്തിൻ്റെയും ഡാർക്ക് കളറാണ്, ഡാർക്ക് നേവി ബ്ലൂ, ഡാർക്ക് പർപ്പിൾ. ഇങ്ങനെ യോക്ക് വരും. കറക്റ്റ് നെക്കൊക്കെ നമുക്ക് കറക്റ്റ് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബോട്ടം റയോണിൽ വരുന്നു ഇങ്ങനെ. അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ തലയിലിടേണ്ടവർക്കാണെങ്കിലും നല്ലൊരു ഭംഗിയിൽ വരുന്ന ഇങ്ങനെ. ഇതാണ് ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. 2 സൈഡ് ഇടുകയാണെങ്കിലും ഇതുണ്ടോ ഇങ്ങനെ നിൽക്കും. 1 സൈഡ് ഇടുന്ന ഈ പാർട്ടി വെയർ ശരിക്കും ഒരു 1 സൈഡ് ട്രെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുന്നു. തലയിലൂടെ ഇടേണ്ടവർക്കാണെങ്കിലും അത്യാവശ്യം നല്ല വീതി നീളം ഉള്ളതുകൊണ്ടേ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 1870 1870 ആണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇനി അതിൽ തേർഡ് കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ, നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത്. അപ്പോൾ അതിലും സെയിം ടൈപ്പ് പ്രിൻറ്റിങ്, സെമി റോ സിൽക്കിൽ ഒരു ബ്ലോക്ക് പ്രിൻ്റ് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ ഇങ്ങനെ വരുന്നു. ബോട്ടം റയോണിൽ വരുന്നു ഇങ്ങനെ. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. ദുപ്പട്ട മാത്രം ഞാൻ അതിൻ്റെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു. 1870 1870 രൂപ. അപ്പോൾ നമ്മൾ കണ്ടത് ലാസ്റ്റ് കണ്ടത് ബോട്ടിൽ ഗ്രീനാണ്, ഡാർക്ക് ഗ്രീനാണ്. ഇതാണ് ദുപ്പട്ടയുടെ ലുക്ക്. ഇത് കണ്ടോ ഇങ്ങനെ 1 സൈഡിൽ 2 എൻഡിങ്സിലും ബോർഡറും, ഈ 2 സൈഡിൽ ലെങ്ത് വൈസുള്ള ഈ സൈഡിലും ബോർഡറോട് കൂടിയ നല്ല ദുപ്പട്ട. നല്ല ലെങ്തി ദുപ്പട്ട വേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇനി പെരുന്നാളിനൊക്കെ ആയിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക്, തലയിലിടേണ്ടവർക്കാണെങ്കിലും നന്നായിട്ട് നിൽക്കും. ഇങ്ങനെ വരും. 1870. ഷിഫോൺ പോലെ അങ്ങനെ കുഴഞ്ഞു കിടക്കുന്നതല്ല, എന്നാൽ ഓവർ സ്റ്റിഫും അല്ല. ആ ഒരു സെമി റോ സിൽക്കിൽ വരുന്ന സെറ്റ് 1870 രൂപ. ഫസ്റ്റ് നമ്മളൊരു പ്യുവർ ജോർജറ്റ് കണ്ടു, പിന്നെ റോ സിൽക്കിൽ കണ്ടു. ഇനി അടുത്ത വരുന്നത് പ്യുവർ ജോർജറ്റ്, നമ്മൾ ക്രേപ്പ് ജോർജറ്റ് എന്ന് പറയുന്നതിൽ തന്നെ ഒരു ലെവലും കൂടെ കൂടിയത്, ഒരു അതുക്കും മേലെ എന്ന് പറയല്ലേ, അതിൽ ഒന്നുകൂടെ പ്രീമിയം ആയ ഒരു മെറ്റീരിയലാണ്. കാണാം, ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മൾ ഓരോന്നായിട്ട് കാണാം. അതിൽ ബ്ലാക്ക് ആൻഡ് എല്ലാം ബേസ് ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് നല്ല റെഡിഷ് മെറൂണിലേക്ക് പോകുന്നൊരു കളറ്, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ഒരു വൈൻ കളർ, പർപ്പിളിൻ്റെ ഡാർക്ക് അതിലേക്ക് വരുന്നുണ്ട്. അതിന് ദുപ്പട്ടയോട് കൂടി ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം, യോക്ക് പോർഷനിൽ നല്ലൊരു എംബ്രോയിഡറി ത്രെഡ് വർക്കോട് കൂടിയിട്ട് ഇത്രയൊരു പ്രീമിയം സെറ്റ് പ്യുവർ ജോർജറ്റിൽ വന്നിരിക്കുക, ഒരു പുതിയൊരു വെറൈറ്റി ഐറ്റം. അപ്പോൾ നമുക്കൊരു 1 by 1 ആയിട്ട് ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ആണ്. അതിൻ്റെ സൈസ് ഡീറ്റെയിൽസ് ആദ്യം ഒന്ന് പറയട്ടെ. ടോപ്പ് വരുന്നത് 2.5 മീറ്റേഴ്സ്, 2.5 മീറ്റർ വരുന്നുണ്ട്. ബോട്ടം വരുന്നത് 2 മീറ്റേഴ്സ്. പക്ഷേ ബോട്ടം സൺഡൂൺ ബോട്ടം ആണ് കേട്ടോ. മറ്റേ ആദ്യം കണ്ട സെറ്റിൽ നമുക്ക് പ്യുവർ ജോർജറ്റിൻ്റെ ബോട്ടം ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ടോപ്പിന് പ്രത്യേകതകൾ കൂടുതലുണ്ട്. ദുപ്പട്ട വരുന്നത് 2.2 2.20 വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ കാണാം. ഞാൻ ആദ്യം ടോപ്പ് കാണിക്കാം ക്ലിയർ ആയിട്ട്. നമ്മൾ പ്യുവർ ജോർജറ്റിലെ ബാട്ടിക് പ്രിൻ്റ് വരുന്ന ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇതിന് മുമ്പൊക്കെ ഓരോന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതാണ് ഇങ്ങനെ വരുന്നത്. യോക്ക് പോർഷനിൽ നല്ല ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഇത് കണ്ടോ ഇങ്ങനെ വരും. ടോപ്പ് ഫുൾ ബാട്ടിക് പ്രിൻ്റാണ് വരുന്നത്. അപ്പോൾ ആ ബാട്ടിക് പ്രിൻറ്റിൻ്റെ ഭംഗിയും പ്യുവർ ജോർജറ്റിൻ്റെ കംഫർട്ടും കൂടെ കൂടിയിട്ടുള്ള ഒരിതാണ്. അത് കൂടാതെ അതിൻ്റെ എൻ പോർഷനിൽ കണ്ടോ ഇവിടെ വരുന്നത് നമുക്കൊരു ഹക്കോബ കൊണ്ട് ദാമൻ ഏരിയയിൽ ഒരു കോട്ടൺ ഹക്കോബ വിത്ത് ഒരു ലേസ് കൂടെ കൂടി കൊടുത്തിരിക്കുന്ന ഒരു ദാമൻ ബോർഡർ വർക്കാണ് എൻഡ് പോർഷനിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ട് പീസിൽ അങ്ങനെ, ബാക്ക് പീസ് കണ്ടോ, ബാക്ക് പീസിലും ഇങ്ങനെ ഫുൾ ബാട്ടിക് പ്രിൻ്റ് ബാട്ടിക് ബ്ലോക്സ് വന്നിട്ടുണ്ട്.
എൻഡിൽ വരുന്നത് ആ ഒരു ലേസ് പാറ്റേണിൽ ഇതിലിങ്ങനെ വന്നിട്ടുണ്ട്. ബോട്ടം വരുന്നത് എല്ലാത്തിനും കോമൺ ബോട്ടം സാൻറ്റൂൺ ഫാബ്രിക്കിൽ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. അതിൽ ഇങ്ങനെ വരുന്നത് അതിൻ്റെ യോക്കാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയാം. യോക്ക് നല്ല ഭംഗിയിൽ ഒരു ത്രെഡ് വർക്കോട് കൂടി, നമ്മൾ ജോർജറ്റിൽ ഇങ്ങനെ ത്രെഡ് വർക്കോട് കൂടി ഇങ്ങനെ സാധാരണ കാണാറില്ല പ്യുവർ ജോർജറ്റിൽ, നല്ല ഭംഗിയുള്ളൊരു യോക്ക്. ബോട്ടം വരുന്നത് ഇങ്ങനെ പ്ലെയിന് ബാട്ടിക് പ്രിൻറ്റ് കണ്ടില്ലേ. പിന്നെ ദുപ്പട്ട വരുന്നതും 4 സൈഡും ലേസുള്ള, നമ്മൾ ആ ബോട്ടത്തിൻ്റെ കളറിൽ ആ ഒരു ലേസ് വരുന്ന ബ്ലാക്ക് കളറിൽ തന്നെയാണ് ലേസ് വരുന്ന ഇങ്ങനെ ഒരു ദുപ്പട്ട പ്യുവർ ജോർജറ്റിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെ 1790 1790 രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. പ്രീമിയം പ്യുവർ ജോർജറ്റിലാണ് വരുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടും ഇങ്ങനെ നമ്മൾ ഒരുപാട് പാർട്ടി വെയേഴ്സിന് നമ്മളൊരു തുടക്കം ആയതുകൊണ്ട് ഒത്തിരി പേര് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രീമിയം സെറ്റ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നമുക്കിനി ഇനിയിപ്പോൾ നിങ്ങൾ സ്കൂള് ആ ഒരു ഓപ്പണിംഗ് ടൈം ആകുമ്പോൾ സാധാ യൂസിന് വേണ്ട കുറേ സെറ്റുകൾ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഓരോ നമുക്ക് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ മൊഡാൾ സിൽക്ക് നമ്മൾ ആ പ്രീമിയം സെറ്റ്സ് ആണല്ലോ അന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ കുറേ പേരൊക്കെ. അതിനാണ് ഒത്തിരി നമുക്ക് എൻക്വയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചിട്ട് സാധാരണക്കാർക്ക് വേണ്ടതും ഇപ്പോൾ ഏത് സാധാരണക്കാർ അങ്ങനെയൊന്നുമില്ല, ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ടല്ലേ എല്ലാവരും ഡ്രസ്സസ് വാങ്ങുക. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാം കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ടയുടെ ഒരു വ്യൂ വരുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട, പക്ഷേ 220 കഷ്ടി 2.25 വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഇനി സെക്കൻഡ് കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്കത് കാണാം. ഇങ്ങനെ വരുന്നു. യോക്ക് പോർഷനിൽ ഇങ്ങനെ വർക്ക് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് കാണിച്ചിട്ട് പിന്നെ ബാക്ക് പീസ് കാണിച്ചു തരാം, അല്ലെങ്കിൽ അത് വിടുന്നു പോകുമ്പോഴത്തേക്ക് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് യെല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള കളറ്, ഒന്നിൽ കൂടുതൽ കളറാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യുക. ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ്, ഇത് ബോട്ടം, പിന്നെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. 1790 1790 രൂപയാണ് വരുന്നത്. അപ്പോൾ ദുപ്പട്ടയുടെ വ്യൂ ഇതങ്ങനെ വരുന്നു. ഇനി ടോപ്പിൻ്റെ ബാക്ക് പീസിൻ്റെ വ്യൂ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ താഴെ ലേസോട് കൂടിയ ഇങ്ങനെ വരുന്നത് ആ ഒരു ഹക്കോബ, ഒരു കട്ട് വർക്കോട് കൂടിയ ഒരു എൻഡിങ്സ് ആണ് വരുന്നത്. ദാമൻ ഏരിയയിൽ 2.5 മീറ്റർ ഉണ്ട്. അപ്പോൾ ബോട്ടവും ദുപ്പട്ടയോട് കൂടിയ ആ ഒരു സെറ്റാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ ഇനി അതിൽ തേർഡ് കളർ പറയുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ്. അപ്പോൾ നമ്മളൊരു റെഡ് എന്ന് പറഞ്ഞാൽ ഒരു റെഡിഷ് മെറൂൺ ആണ്. ഇങ്ങനെ വരുന്നു. ബോട്ടം എല്ലാത്തിനും സാൻറ്റൂൺ ബോട്ടം ആണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ആ ബ്ലാക്ക് ബോട്ടം അത് വേണ്ടാന്നുള്ളവർക്ക് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റിച്ച്ഡ് ബോട്ടംസ് ഫ്രീ സൈസിലുള്ളതുണ്ടല്ലോ 350, അത് വേണമെങ്കിൽ അത് പറഞ്ഞാൽ ഇത് കൂടെ വെച്ച് തരാം. അല്ല നമ്മുടെ പോപ്ലിൻ മെറ്റീരിയൽ ഉണ്ട് 100 rupees per മീറ്ററിൽ വരുന്ന കോട്ടണ്. ഇങ്ങനെ വരുന്നു. പുതിയ ആൾക്കാർ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, ഞാൻ അതിൻ്റെ സ്റ്റിച്ച്ഡ് മോഡൽസ് കാണിക്കാറുണ്ട്. ബോട്ടംസിന് വേറെ മീഡിയ കാണിക്കാം കേട്ടോ. ഇത് വരുന്നു ഇതിൽ ബ്ലാക്ക് ആൻഡ് റെഡിഷ് മെറൂൺ കോമ്പിനേഷനിൽ. അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുന്നു. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഷോളേ ദുപ്പട്ട ചിലപ്പോൾ തിരിഞ്ഞു വരുന്നുണ്ട്. എനിക്കിതിങ്ങനെ തന്നെ എടുത്തിടാനുള്ള ഒരു പ്രയാസം കൊണ്ടാണ് അങ്ങനെ വരുന്നുണ്ട്. 1790 1790 രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ജോലിക്കാർക്കാണെങ്കിലും കാഷ്വൽ വെയർ ആയിട്ടും ഫോർമൽ വെയർ ആയിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പ്രിയർ ജോർജറ്റ് വരുന്നത്. അപ്പോൾ അതിൽ തേർഡ് കളർ കഴിഞ്ഞ് ഇനി ഫോർത്ത് കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് ഒരു നല്ല ഒരു വൈൻ കളർ, നമ്മളൊരു വയലറ്റിലേക്ക് പോകുന്ന വൈൻ കളർ പറയില്ലേ, ആ ഒരു കളറിൽ ഇങ്ങനെ 4 ഭംഗിയുള്ള കളേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഇല്ലാത്തത് അത് നോക്കിയിട്ട് ഓർഡർ ചെയ്തോളൂ. എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്ത് ഓർഡർ ചെയ്താൽ ഒറ്റ മെസ്സേജ് തന്നെ കാര്യം നടക്കും. ഇങ്ങനെ വരുന്നു. ടോപ്പും ബോട്ടും അങ്ങനെ വരുന്നു. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഞാൻ ദുപ്പട്ടേനെ വെട്ടി കാണിച്ചു തരാം. ഇങ്ങനെ കാണിക്കുകയാണ് ഈ സംഭവം സുഖം. ഇങ്ങനെ വരുന്നു. ബോട്ടം സാൻറ്റൂൺ ബോട്ടം ആണ് കേട്ടോ വരുന്നത് ഇതിൽ. ഇതാണ് ടോപ്പിൻ്റെ വ്യൂ. ഫ്രണ്ടിൽ കണ്ടോ ആ ത്രെഡ് വർക്ക്, യോക്ക് പോർഷനിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ബാക്ക് പീസിൽ ഇങ്ങനെ വരുന്നു. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായത് സെലക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. മെസ്സേജ് അയച്ച് അവർ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക. അഥവാ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യും. അത് മാത്രമേ സൊല്യൂഷനുള്ളൂ. ബാക്കി പിന്നെ വേറെ എന്തെങ്കിലും ഫർദർ കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ഒരു ഐറ്റം കൂടെ കാണാനുണ്ട്, അത് കാണാം. നെക്സ്റ്റ് വരുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം. അത് നമുക്കൊരു സെമി ടെസറിൻ്റെ ഫീൽ തരുന്ന ആ ഒരു മെറ്റീരിയലിലാണ് വരുന്നത്. യോക്കിൽ നല്ലൊരു വർക്ക് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിൽ 4 ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത്. നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട്, പിന്നെ ഒരു യെല്ലോ വരുന്നുണ്ട്,
പിന്നെ ഒരു ഓണിയൻ പിങ്ക് പോലത്തെ ഒരു കളറിൽ, പിന്നെ ഒരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളറിൽ, 4 കളറിലാണ് അത് വരുന്നത്. ആ ഒരു സിൽക്ക് ഫീൽ തരുന്ന ഒരു ഐറ്റമാണേ. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കാണാം. ഇങ്ങനെ വരുന്നു. ഇനി അത് ഞാൻ ഓരോന്നായിട്ട് കാണുമ്പോൾ അതിൻ്റെ സെറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതിൻ്റെ സൈസ് ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത്. സൈസ് വരുന്ന ടോപ്പ് 2.4 മീറ്റേഴ്സ് 2.40 വരുന്നുണ്ട്. ബോട്ടം 2.4 മീറ്റേഴ്സ് വരുന്നുണ്ട്. ബോട്ടം വരുന്നത് ഒരു റയോൺ ടൈപ്പ്, സാൻഡൂൺ റയോൺ മിക്സ് വരുന്ന ഒരു ഫാബ്രിക്കിലാണ് വരുന്നത്. ദുപ്പട്ട 2.25 2.25 മീറ്ററിലാണ് ദുപ്പട്ട വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടസർ അറിയാം. അപ്പോൾ ആ ടസറിൻ്റെ പോലത്തെ ഒരു ലുക്ക് തരും. സെമി ടസറാണ്, ഒറിജിനൽ അല്ല. ഇങ്ങനെ വരുന്നു. ഇനി അതിൻ്റെ യോക്ക് കണ്ടോ, ഈ യോക്കിൻ്റെ പോലത്തെയാണ് ദുപ്പട്ട വരുന്നത്. നമുക്കൊരു കാന്താ വർക്ക് ചെയ്ത പോലത്തെ ഒരു ഫീലാണ് വരുന്നത് അതിൽ. ഇപ്പോൾ കണ്ടോ സിൽക്ക് ലുക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെ. പക്ഷേ ആക്ച്വൽ സിൽക്ക് അല്ല, സെമി സിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടസറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് സെമി ടസർ എന്ന് പറഞ്ഞ സംഭവം. ഭംഗിയുള്ള ഒരു യോക്ക്. ആ യോക്കിൽ നമുക്കൊരു കാന്താ വർക്കാന്നൊരു ഫീലാണ് വരികയാണ് കേട്ടോ. അതിലും ഇങ്ങനെ വേറൊരു ത്രെഡ് വർക്ക് കൂടെ ഉണ്ട്. ജസ്റ്റ് ഇതാ റയോൺ ബോട്ടമാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. റയോൺ ആൻഡ് സാൻഡൂൺ ഒരു മിക്സ് വരുന്നൊരു ബോട്ടം. നമ്മൾ ആ നോർമലി സെറ്റുകളിലൊക്കെ വരാറില്ലേ ആ ഒരു ടൈപ്പ്. ഇനി അതിൻ്റെ ദുപ്പട്ട കാണാം നമുക്ക്. ദുപ്പട്ട പറഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനെ വരുന്ന ആ ഒരു സെമി സിൽക്ക് ടൈപ്പ് മെറ്റീരിയലിൽ 2 സൈഡിലും ഒരു ഗോൾഡൻ സരി ബോർഡർ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു കാന്താ വർക്ക് ചെയ്തൊരു ഹെവി ദുപ്പട്ടയുടെ ഫീൽ വരും. പക്ഷേ ഇത് കാന്താ വർക്കല്ല, ഒരു പ്രിൻ്റാണ്. ഇത് കണ്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ. റേറ്റ് വരുന്നത് 1140 1140 രൂപയ്ക്ക് നമുക്കൊരു പ്രീമിയം സെറ്റിൻ്റെ ലുക്ക് തരും. എന്നാൽ ആ ഒരു പ്രീമിയം അല്ല, അതാ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പിൽ നമുക്ക് വാഷബിളായി നോർമൽ വാഷ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ് ഫസ്റ്റ്. ദുപ്പട്ട വരുന്ന ഒരു ലൈറ്റ് ചിക്കു കളറിൽ, ബോട്ടം സെയിം കളറിൽ ഇങ്ങനെ വരുന്നു. 1140 1140 രൂപ. അതാണ് ഫസ്റ്റ് സെറ്റ്. ഇനി നമുക്ക് അതിൽ നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ആൻഡ് ചിക്കു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. സെയിം ഡിസ്ക്രിപ്ഷൻ, സൈസ് ഡീറ്റെയിൽസ് എല്ലാം ആദ്യം പറഞ്ഞ പോലെ തന്നെ. ഞാനിതിൻ്റെ സൈസ് ഡീറ്റെയിൽസ് പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ എന്നൊരു ഡൗട്ട്. നോക്കട്ടെ ആ സ്റ്റിക്കർ എവിടെ പോയി എന്ന്. ടോപ്പ് വരുന്നത് 2.4 2.40, ബോട്ടം 2.4 പറഞ്ഞു അല്ലേ. ദുപ്പട്ട വരുന്നത് 2.25 2.25. എന്തായാലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒന്നും കൂടെ കേൾക്കാം അല്ലേ. അപ്പോൾ അതങ്ങനെ, അതായിരുന്നു ഫസ്റ്റ് സെറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരും. യെല്ലോ, ഒരു മസ്റ്റാർഡ് യെല്ലോ എന്നൊക്കെ പറയാം. മസ്റ്റാർഡ് യെല്ലോ ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു ടോപ്പ്, യോക്കോട് കൂടിയ ടോപ്പ്. ബോട്ടം വരുന്നത് എങ്ങനെ എപ്പോഴും ഞാൻ പറയണത് ഓർമ്മ വേണം, പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യണേ. അപ്പോൾ അഥവാ ഒരു കളർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത കളർ ഇഷ്ടമാണെങ്കിൽ അത് കിട്ടും. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നമുക്കൊരു കാന്താ വർക്കിൻ്റെ പോലത്തെ ഫീൽ വരുന്ന ആ ഒരു ദുപ്പട്ട ഇങ്ങനെ വരുന്നു. സെറ്റിൻ്റെ വാഷബിളായ ഒരു സെമി സിൽക്ക്, കോട്ടൺ അല്ല കേട്ടോ, സെമി സിൽക്ക്, സെമി ടസർ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഇങ്ങനെ വരുന്നു. അപ്പോൾ നൈറ്റ് പാർട്ടിക്കൊക്കെ നമ്മൾ നല്ല നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടസർ സെറ്റ് ഇട്ട ഒരു ഫീൽ തന്നെയാണ് വരിക. കാന്താ വർക്കിൻ്റെ പോലത്തെ ഒരു ഫീൽ വരുന്ന ദുപ്പട്ടയും, സ്റ്റിച്ചല്ല പ്രിൻ്റാണത്, അങ്ങനെ വരുന്നു, എംബ്രോയ്ഡറി അല്ല എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ വരുന്നു. 1140 1140. തേർഡ് കളർ വരുന്നത് ഒണിയൻ പിങ്ക് കളറിൽ. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് സെലക്ട് ചെയ്തോളൂ. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ തേർഡ് കളർ ഇങ്ങനെ വരുന്നു. സെയിം കളർ ബോട്ടം, റയോണിൽ ഇങ്ങനെ വരുന്നു. യോക്ക് പോർഷൻ കണ്ടോ, നല്ലൊരു ഭംഗിയുള്ള ആ ഒരു പ്രിൻറ്റും അതിൻ്റെ കൂടെ ഒരു പേരിനൊരു ത്രെഡ് വർക്കും കൂടെ കൂടിയിട്ട്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. ദുപ്പട്ട ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. ആ ഒരു സെമി ടസറിൽ തന്നെയാണ് വരുന്നത് ദുപ്പട്ട. ഇങ്ങനെ വരുന്നു. 2 സൈഡ് ഒരു സരി ബോർഡറും അകത്തെല്ലാം ആ ഒരു ത്രെഡ് വർക്ക് പോലെ ഫീൽ തരുന്ന ദുപ്പട്ട. 1140 രൂപ. തേർഡ് കളർ അതായിരുന്നു. ഫോർത്ത് കളർ വരുന്നത് നമ്മളൊരു ബ്രിക്ക് റെഡ് കളർ ഇങ്ങനെ വരുന്നു. അപ്പോൾ 4 ഭംഗിയുള്ള കളേഴ്സാണ്. അപ്പോൾ ഏതാണോ കയ്യിലില്ലാത്ത കളറ് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു ടോപ്പ്, യോക്ക് ഇങ്ങനെ വരുന്നു. ബോട്ടം സെയിം കളറിൽ അങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു ടോപ്പിൻ്റെ യോക്കും. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഞാൻ ആ ദുപ്പട്ട ശരിക്കും ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. അതുണ്ടോ സൈഡിൽ ഇങ്ങനെ നമുക്ക് ആ ഒരു സെമി സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ്. ഇങ്ങനെ തലയിലിടുമ്പോൾ ഇങ്ങനെ നിൽക്കും. അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിന്ന് വെയർ ചെയ്തിരിക്കുന്നത് ലിനനിൽ വരുന്നൊരു സെറ്റ്. അത് കുറേ ആയി കേട്ടോ. അപ്പോൾ ഞാൻ ഇത്
കൊണ്ടുവരാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച്, കാരണം ഞാനിപ്പോൾ ഇത് ഒരുപാട് തവണ ഞാൻ പൊതുവേ ഡ്രൈ വാഷ് ചെയ്യാറില്ല, വളരെ കുറവായിട്ട് ചെയ്യാറുള്ളൂ. ഈവൻ നല്ല സിൽക്കിലെ പോലും വാഷ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ച് ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുത്തിട്ട് അങ്ങനെ കഴുകും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ലിനനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുണ്ട്, ഇത് ദുപ്പട്ടയൊക്കെ ഇങ്ങനെ, അപ്പോൾ ചിലർ പറയും ഇങ്ങനെ വലിഞ്ഞു പോകും എന്ന് പറയും. പക്ഷേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതിപ്പോൾ കണ്ടു, ഞാൻ ഇപ്പോൾ റഫ് ആൻഡ് ടഫ് യൂസ് ചെയ്യുന്നത് എനിക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സെറ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം. അത് 3100 3+ റേഞ്ചിൽ വരുന്നതാണിത്. നമുക്ക് ആക്ച്വലി ആ ഒരു നമ്മളതിൻ്റെ കംഫർട്ടും അതിൻ്റെ ഇതിൽ, പിന്നെ നമുക്ക് 3 പീസ് സെറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. പ്ലസ് സൈസ് ഉള്ളവർക്ക് സ്ലീവ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് സ്ലീവ് കൊടുക്കുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ പോട്ട്ലി ബട്ടണോ വലിയ പൈപ്പിങ് അല്ലെങ്കിൽ ലേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലീവിന് സൈസ് കിട്ടാതെ അവിടെ ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തിലാണെങ്കിൽ ആ ജോയിൻറ്റ് അറിയാം, ചിലപ്പോൾ ആ അതിൻ്റെ ആ തേരുവശമായിരിക്കും ഇവിടെ വരിക. അപ്പോൾ അത് അറിയാതിരിക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഒന്നുമില്ല ലേസ് കൊടുക്കാം, ഇവിടെ അല്ലെങ്കിൽ പോട്ട്ലി ബട്ടൺ കൊടുക്കാം, സൈഡിൽ സ്ലീവ് എടുക്കുമ്പോൾ അങ്ങനെ ഒപ്പിച്ച് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ വേറെ വരുന്ന ബ്രിഡ്ജ് ലേസ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ സെയിം കളറിൽ വരുന്ന ബോട്ടത്തിൻ്റെ ഒരു പീസ് കൊടുത്തിട്ട് അതിന് 2 സൈഡും ലേസ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സാൻഡൂൺ ബോട്ടം വരുന്നത് ഇങ്ങനെ സാധാ ബോട്ടമാണ് വരുന്നതെങ്കിലും ഈ ടോപ്പിന് ചിലപ്പോൾ സ്ലീവ് കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സ്ലീവ് എത്രയാണോ ഒറിജിനൽ കിട്ടുന്നത് കൊടുത്തിട്ട് ഇവിടെ ഈ ബോട്ടം പീസ് കൊടുത്തിട്ട് അതിന് നമ്മളൊരു ലേസൊക്കെ കൊടുത്ത് ഭംഗിയാക്കുക. അപ്പോൾ അങ്ങനെ മോഡൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ലീവ് കിട്ടാത്തൊരു പ്രശ്നം കൂടെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ടിപ്പിൽ നമുക്ക് ഈ സെറ്റുകളിൽ അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓരോരോ വെറൈറ്റീസ് ആയിട്ട് ഇനിയും വരാം. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലീ.